എൻ്റെ അനുഭവമാണ്, ഞാൻ മരിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ അനുഭവമാണ്. നമുക്ക് ആ സമയത്ത് നമ്മുടെ മക്കളെ പറ്റിയോ നമ്മുടെ ഭാര്യയെ പറ്റിയോ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ മറ്റുള്ളവരുടെയൊക്കെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഈ കർമ്മം ചെയ്യാത്ത ഹിന്ദുക്കൾക്ക് എന്താ പ്രശ്നം വരിക? ഭാര്യയുടെ കൂടെ ആരാണ് കിടക്കുന്നത്? എൻ്റെ ശരീരം കണ്ടിട്ട് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. മരിച്ച ആളിൻ്റെ മായാരൂപങ്ങളാണ് നമ്മൾക്ക് പ്രേതമായിട്ടും അല്ലെങ്കിൽ പിതൃവായിട്ടും മറ്റുമൊക്കെ നമ്മളെ കാണിക്കും. അതുകൊണ്ട് പുനർജന്മമേ ഉള്ളൂ. എല്ലാം പുനർജന്മമാണ്. പുനർജന്മം ഇല്ലെങ്കിൽ ഒരു മനുഷ്യനില്ല. അങ്ങനെയുള്ള ആളെ നമ്മൾ തിരിച്ചു വിളിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ആരാധനയോടുകൂടി അയാളെ പൂജിച്ചാൽ അയാൾക്ക് തിരിച്ചു എവിടെയാണെന്നറിയാതെ അയാൾക്ക് തന്നെ ആരും ആകർഷിക്കുന്നുണ്ടെന്ന് തോന്നൽ ആ ജീവനുണ്ടാകും. നമ്മളുടെ പിതൃക്കളെ അവരുടെ ജീവന്മാർക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് അവർ ശപിക്കൊണ്ടിരുന്നുകൊണ്ട് അപ്പോൾ നമ്മൾ ആരാധിക്കും തോറും നമുക്ക് ദുരിതമായിരിക്കും ഉണ്ടാകും. മരിച്ചു പോയവരെ ആരാധിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അച്ഛനാണ്, മുത്തച്ഛനാണ്, അല്ലെങ്കിൽ അമ്മയാണ്, അമ്മുമ്മയാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ പഴയ കാരണവരാണ് എന്നൊക്കെ നിലയിലാണ് ആരാധിക്കുന്നത്. പക്ഷേ ആ ആരാധന ഈ ആരാധിക്കുന്ന ആളിൻ്റെ ജീവന് ഗുണകരമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ വീടിനും ഗുണകരമല്ല. കാരണം ആ മരിച്ചുപോയ ആൾക്കും ഗുണകരമല്ല. കാരണം ആ മരിച്ചുപോയ ആൾ ശരീരം വിടുമ്പോൾ സാധാരണ മനുഷ്യനാണെങ്കിൽ അയാൾ മറ്റൊരു ജന്മത്തിലേക്കാണ് അയാൾ പോകുന്നത്. അല്ലെങ്കിൽ കുറേ കാലം ട്രാൻസിൽ നിന്നിട്ട്, കുറേ കാലം ശൂന്യതയിൽ നിന്നിട്ട് അടുത്ത ജന്മത്തിലേക്കാണ് അയാൾ പോകുന്നത്. അപ്പൊ ഈ പടം ഇവിടെ വെക്കുന്ന സമയത്തും പടത്തിൽ നമ്മൾ ആരാധന ചെയ്യുന്ന സമയത്തും അയാൾ മറ്റെവിടെയോ ജനിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അയാളൊരു ശൂന്യതയിൽ ലയിച്ചു കിടക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സൂക്ഷ്മതലത്തിൽ ജീവിക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള ആളെ നമ്മൾ തിരിച്ചു വിളിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ആരാധനയോടുകൂടി അയാളെ പൂജിച്ചാൽ അയാൾക്ക് തിരിച്ചു എവിടെയാണെന്നറിയാതെ അയാൾക്ക് തന്നെ ആരും ആകർഷിക്കുന്നുണ്ടെന്ന് തോന്നൽ ആ ജീവനുണ്ടാകും. അത് മനസ്സിലാകണമെങ്കിൽ നമ്മളുടെ ഹിന്ദുമതത്തിലെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമുണ്ട്, ജ്ഞാനവാസിഷ്ടം എന്ന പുസ്തകം വായിച്ചാൽ ആത്മാവിൻ്റെ ഗതി കുറേയൊക്കെ മനസ്സിലാകും. അത് മുഴുവനും ശരിയായിട്ടുള്ളതല്ല അത് എഴുതിയിരിക്കുന്നതെങ്കിലും കുറേയൊക്കെ ഗതി അതിനകത്തൊരു 50% വാസ്തവമായി ബന്ധപ്പെട്ടതാണ്. അത് ആ ഗതി മനസ്സിലാകും. അങ്ങനെ ഗതിയിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ഗതിയിൽ ഉയർന്നുകൊണ്ടിരിക്കില്ല അല്ലെ താന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ശല്യമായിട്ടേ നമ്മൾ ആരാധിക്കുന്ന നമ്മളുടെ പിതൃക്കളെ അവരുടെ ജീവന്മാർക്ക് അനുഭവപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അവർ ശപിക്കൊണ്ടിരുന്നുകൊണ്ട് അപ്പോൾ നമ്മൾ ആരാധിക്കും തോറും നമുക്ക് ദുരിതമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് ഈ വീട്ടിൽ മരിച്ചുപോയവരെ കഴിവതും, ഇതിന് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാകാം, പക്ഷേ നിങ്ങളും ഒന്ന് ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിച്ചു നോക്കിയിട്ട്, ഈ ജ്ഞാനവാസിഷ്ടം, യോഗവാസിഷ്ടം പോലുള്ള പുസ്തകങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ഗുണവും ഗുണമില്ലായ്മയും തിരിച്ചറിഞ്ഞിട്ട് ആവുമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ മരിച്ചുപോയ ആത്മാവ് നമ്മൾ ആരാധിക്കുന്നത് കൊണ്ട് അതിനൊരു ഒരു ഓറ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ക്രിയേറ്റ് ചെയ്ത ഓറയെ അല്ലെങ്കിൽ ആ ഫോബിയയെ ഡിസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ട കർമ്മങ്ങൾ ചെയ്യണം. അതിനെ നമുക്ക് ഡിസ്ട്രക്റ്റ് ചെയ്യാം. അതാണ് നമ്മൾ ഈ തിലഹവനം പോലെ ചില ക്ഷേത്രങ്ങളിൽ നടത്തുന്നത്. ആ ഫോബിയ ആ ഓറയെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ അതിന് ആ പുണ്യം കൊടുക്കുന്നതല്ല. ആ ഓറയെ ഡിസ്ട്രക്റ്റ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അത് വരും തലമുറയ്ക്കും വരുന്ന ജീവന്മാർക്കും പ്രശ്നങ്ങളുണ്ടാകും. ആ പോയ ജീവനും പ്രശ്നമാണ്. പോയ ജീവനും അതിൻ്റെ ഈ പിൻവിളി ആ ജീവനെ അസ്വസ്ഥമാക്കും. അപ്പോൾ അതുകൊണ്ട് കഴിവതും പോയവരെ, എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അവരുടെ ഒരു പടം പോലും വെക്കുന്നത് നന്നാകില്ല എന്നാണ്. അവരെ സ്മരിക്കുന്നത് പോലും നന്നല്ല. മരിച്ചവർ മരിച്ചു, അവരവരുടെ മാർഗത്തിൽ പോകുന്നു. നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ഉദ്യോഗം തേടി ഒരിടത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഉദ്യോഗം കിട്ടി, അവരെ കൂടെ വിളിച്ച് ശല്യപ്പെടുത്തിയാൽ അയാൾക്ക് എന്തും വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകൂ. അതുപോലെ തന്നെയാണ് ഈ ജീവന്മാരുടെയും കാര്യം. അതിലും കഷ്ടമാണ്. കാരണം ഇത് ആരെന്നറിയുന്നില്ല, മക്കളാണെന്ന് തിരിച്ച്. കാരണം അപ്പോഴത്തേക്ക് വേറൊരു അച്ഛനും മക്കളും ഒക്കെ ആയി കഴിഞ്ഞിരിക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ സൂക്ഷ്മതലത്തിൽ ലയിച്ചിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നിൽക്കുകയായിരിക്കാം. അപ്പോൾ ഇവിടെ നിന്നറിയാത്ത ഒരു ഇമ്പൾസ് വരുമ്പോൾ ആ ആത്മാവിന് വല്ലാത്ത അസ്വസ്ഥ അനുഭവപ്പെടും. ആ അസ്വസ്ഥയ്ക്ക് കാരണം നമ്മളുടെ ഈ ആരാധനയാണ്. അതുകൊണ്ട് കഴിയുമെങ്കിൽ അതൊക്കെ ഒഴിവാക്കി
സർവേശ്വരനായ പരമപുരുഷനെ മാത്രം ആരാധിക്കുക. ആ പരമപുരുഷൻ മാത്രമാണ് നമ്മുടെ ആരാധനയ്ക്ക് ഏറ്റവും അർഹനായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മരണശേഷം കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാരതീയമായ ഒരു പൈതൃകം മാത്രമാണ്. നമ്മൾ 10, 700, 750 കോടി ജനങ്ങളുള്ളതിൽ, ഭൂമിയിലുള്ളതിൽ ഒരു 145 കോടിയോളം വരുന്ന ജനങ്ങളിൽ ഒരു 60% വരുന്ന ഹിന്ദുക്കളിൽ മാത്രമാണ് കർമ്മം എന്ന് പറയുന്ന ഒരു കാര്യമുള്ളത്. അപ്പോൾ മറ്റുള്ളവരുടെയൊക്കെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഈ കർമ്മം ചെയ്യാത്ത ഹിന്ദുക്കൾക്ക് എന്താ പ്രശ്നം വരിക? ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. മരിച്ചു കഴിഞ്ഞാൽ, കാരണം ഞാൻ പല പ്രാവശ്യവും മരണം അനുഭവപ്പെട്ടുള്ളതാണ്. ശരീരം വിട്ടുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ബോഡി ബന്ധിയായ മക്കളെയോ ഭാര്യയെയോ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയോ പറ്റി ഒന്നും ഓർമ്മ കാണത്തില്ല. പിന്നെ അവരെന്തെങ്കിലും കർമ്മം ചെയ്താൽ നമുക്ക് എന്താ പ്രയോജനം കിട്ടുക? ഒരു പ്രയോജനം കിട്ടില്ല. അതൊക്കെ നമ്മളുടെ വെറും വിശ്വാസം മാത്രമാണ്. അതിനകത്ത് ഒരു പ്രയോജനവുമില്ല. ഈ ലോകത്തിൽ കൂടുതലും ഇങ്ങനെ കർമ്മം ചെയ്യാത്തവരാണ്. അതുകൊണ്ട് അവരുടെ പൂർവികർക്ക് ദോഷം വരുന്നില്ലെങ്കിൽ നമ്മുടെ പൂർവികർക്കും കർമ്മം ചെയ്തില്ല എന്ന് വിചാരിച്ച് ദോഷം വരാറില്ല. പകരം നമുക്ക് അവരുടെ ആത്മാവിന് സദ്ഗതി ഉണ്ടാകട്ടെ എന്ന് ബുദ്ധമതക്കാർ പ്രാർത്ഥിക്കുന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ബുദ്ധമതക്കാരുടെ ബർദോത്തോടൽ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ഗ്രന്ഥമുണ്ട്, ടിബറ്റൻ ഗ്രന്ഥമാണ്. അത് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയെല്ലാം നിങ്ങളുടെ ജീവൻ പോകട്ടെ, ഉയരട്ടെ, നന്മയിലേക്ക് പോകട്ടെ എന്നും പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്. നല്ല പുസ്തകമാണ്. കിട്ടുമെങ്കിൽ മേടിച്ച് വായിച്ച് അനുകരിക്കാവുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. സർവ്വതും ഈശ്വരൻ എന്ന് സങ്കല്പിച്ച് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുക. ആ പോയ ആത്മാവിന് സ്വസ്തി കൊടുക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. പിന്നെ അവരവരുടെ ഇഷ്ടം പോലെ, ഇഷ്ടത്തിനെതിരായിട്ട് പറഞ്ഞാൽ അത് പ്രശ്നമാകുന്നതുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് അതിനെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈശ്വരങ്കൽ സമർപ്പിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. മരിച്ച ശേഷം ഒരാളുടെ സാന്നിധ്യം ഒരിക്കലും നമ്മുടെ പരിസരത്തുണ്ടാകില്ല. അപ്പോൾ തന്നെ മരിച്ച ആളിൻ്റെ ആത്മാവ് ഉയർന്നു പോകും, അല്ലെ താഴ്ന്നു പോകും. ഈ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വെറും ഫോബിയാണ്, വെറും എന്താ പറയുക, അതിൻ്റെ വാക്കുണ്ട്, വെറും അവരുടെ മായാരൂപങ്ങളാണ്. മരിച്ച ആളിൻ്റെ മായാരൂപങ്ങളാണ് നമ്മൾക്ക് പ്രേതമായിട്ടും അല്ലെങ്കിൽ പിതൃവായിട്ടും മറ്റുമൊക്കെ നമ്മളെ കാണിക്കുന്നത്. അതിനകത്തൊന്നും അവരുടെ ജീവനില്ല. നമ്മൾ ഈ കാണുന്ന മായാരൂപത്തിനകത്ത് അവരുടെ ജീവനില്ല. ഇപ്പോൾ ഈ മോർച്ചറിയിൽ കാവൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊന്നും അതിൽ നിന്ന് ഒരു ജീവൻ അതിനകത്ത് 10-15 ശവം ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര ശവത്തിന്റെ ശല്യമാണ് അയാൾ സഹിക്കേണ്ടത്? അങ്ങനെ ആരും സഹിച്ചതായിട്ട് കേൾക്കുന്നില്ല. മനസ്സിന് ശൈഥില്യമുള്ളവർക്ക് മാത്രമേ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ. മരിച്ചവരുടെ ജീവൻ അപ്പോൾ തന്നെ ഏതെങ്കിലും അവർക്ക് അനുയോജ്യമായ ഒരു മാർഗത്തിൽ അത് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ തന്നെ മറവി അതിനെ ബാധിക്കുകയും ചെയ്യും. ഈ താഴെയുള്ള ഇത് എൻ്റെ അനുഭവമാണ്, ഞാൻ മരിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ അനുഭവമാണ്. നമുക്ക് ആ സമയത്ത് നമ്മുടെ മക്കളെ പറ്റിയോ നമ്മുടെ ഭാര്യയെ പറ്റിയോ ഒന്നും അറിയാൻ പറ്റില്ല. ഒരു പ്രാവശ്യം മാത്രമാണ് എനിക്ക് താഴെ കിടക്കുന്ന ഭാര്യ, അത് ആരാണ്, ഭാര്യയുടെ കൂടെ ആരാണ് കിടക്കുന്നത്, എൻ്റെ ശരീരം കണ്ടിട്ട് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അത്ര വൈചിത്രമാണ്. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ചുറ്റുമുണ്ടെന്ന്. ഇല്ല, അത് ഉടൻ തന്നെ ഉയർന്നു പോകുന്നു, അല്ലെങ്കിൽ സമതലത്തിൽ വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു അധോതലത്തിൽ വർദ്ധിക്കുന്നു. അധോതലത്തിൽ അപൂർവമാണ്, എല്ലാം സമതലത്തിലാണ് വർദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഊർധ്വതലത്തിലേക്ക് പോകുന്നു. ഒരിക്കലും ആ ശരീരത്തെ ചുറ്റിപ്പറ്റി നിൽക്കാറില്ല. അങ്ങനെ നിൽക്കണമെങ്കിൽ യോഗിയായിരിക്കണം. യോഗി അറിഞ്ഞുകൊണ്ട് ശരീരം വിടുന്നതുകൊണ്ട് ആ ശരീരത്തിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് അതിനെ സമാധി ഇരുത്തുന്നതും അതിനുവേണ്ടി തന്നെയാണ്. സമാധി ഇരുത്തിയാൽ യഥാസമയം ആ ആത്മാവിന് ആ ബോഡിയിൽ വന്ന് റെസ്റ്റ് ചെയ്യുമെന്നാണ് വിശ്വാസം. അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ആത്മാവ് അങ്ങോട്ട് കയറി പോകുന്ന കണ്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് യോഗികൾക്ക് മാത്രമുള്ളതാണ്. ബാക്കിയെല്ലാം അപ്പോൾ തന്നെ പോവുകയാണ്. നമ്മൾ ആവശ്യമില്ലാതെ അതിനെ ഉപദ്രവിക്കാതിരിക്കുക എന്നാണ് ഏറ്റവും അനുയോജ്യമായ നമുക്ക് ചെയ്യാവുന്ന ഉപകാരം. ഈ കാണുന്നത് മുഴുവൻ ഈ ഇവിടെ നിൽക്കുന്ന നമ്മൾ ഈ നിൽക്കുന്ന വൃക്ഷങ്ങളും ഇതെല്ലാം പുനർജന്മത്തിൽ പെട്ടതാണ്. നമ്മൾ പുനർജന്മം ഇല്ലെങ്കിൽ ഈ
മുമ്പേ പറഞ്ഞ ഈശ്വരകോടികൾ മേളിൽ നിന്ന് വന്നിട്ട് ഉയർന്നു പോകുന്നു, വീണ്ടും ഉയർന്നു പോകുന്നു. ഈ ജീവകോടികൾ എന്ന് പറയുന്നതെല്ലാം പുനർജനിച്ചാണ് മനുഷ്യൻ വരെ എത്തിയത്. ഇനി മനുഷ്യൻ കഴിഞ്ഞിട്ട് വീണ്ടും പുനർജനിച്ച് വേറൊരു തലത്തിലേക്ക്, ചിലപ്പോൾ ദേവനായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു അതുകൊണ്ട് പുനർജന്മമേ ഉള്ളൂ. എല്ലാം പുനർജന്മമാണ്. പുനർജന്മം ഇല്ലെങ്കിൽ ഒരു മനുഷ്യനില്ല. താഴെ തലത്തിൽ നിന്ന് വന്ന് സംസ്കാരവും വാസനയും കൊണ്ട് കൂടി സംസ്കാരം എന്ന് പറഞ്ഞാൽ അവൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്ന അത് അവൻ്റെ മൈൻഡ് സ്വീകരിച്ച് അതും പ്രകാരം അവൻ്റെ അടുത്ത ജന്മത്തിലെ ശരീരം കിട്ടി ജനിച്ച് അങ്ങനെ വളർന്നാണ് നമ്മൾ മനുഷ്യരെല്ലാം വന്നത്. ഇനിയും നമ്മൾ പുനർജനിക്കാനിരിക്കുന്നു. മനുഷ്യനായി തന്നെ ഏതാണ്ട് ഒരു ന്യൂറോ സർജൻ, അമേരിക്കൻ ന്യൂറോ സർജൻ ഇതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് 168ഓളം പുനർജന്മിച്ച് മനുഷ്യൻ ജനിക്കേണ്ടിയിരിക്കുന്നു. 168ഓളം മനുഷ്യനായി തന്നെ ജനിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്നുമായിട്ടൊന്നുമല്ല, മനുഷ്യനായി തന്നെ പുനർജനിച്ച് 168ാമത്തേതോ 170ാമത്തേതോ ജന്മത്തിൽ മുക്തി പ്രാപിക്കുമെന്നാണ് ആ ന്യൂറോ സർജൻ പറഞ്ഞിരിക്കുന്നത്.